ഇതാണ് കേട്ടോ നമ്മുടെ അഹൂജയുടെ സ്പീക്കർ. ഇത് രണ്ടെണ്ണമാണ്. ഒരെണ്ണമാണ് നമ്മൾ ടെസ്റ്റ് അടിക്കാൻ പോകുന്നത്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമേ. നമ്മുടെ ഈ സ്പീക്കർ 100 വാട്ട്സ് ആണ്. 200 വാട്ട്സ് 100 വാട്ട്സ് അങ്ങനെ 2 വേരിയന്റിലുണ്ട്. നമ്മളിപ്പോൾ ഇത് നമുക്ക് 100 വാട്ട്സ് ആണ്. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമേ. കാറ്റലോഗ് ആണ്. 100 വാട്ട്സ് RMS. ബാക്കി ബോക്സിന്റെ ഡയമെൻഷനും ഈ വോളിയം ലിറ്ററുകളും കാര്യങ്ങളൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ അഹൂജയുടെ 12 ഇഞ്ചിന്റെ വൂഫർ. ഇതിന്റെ മോഡൽ നമ്പർ SK12FR ആണ്. ഇതിൽ തന്നെ ബാക്കിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് വാട്ട്സും റേറ്റിംഗ് ഒക്കെ. 100 വാട്ട്സ് RMS, 200 വാട്ട്സിന്റെ പ്രോഗ്രാം. 8 ohms ആണ് കേട്ടോ നമ്മുടെ വൂഫർ. സ്പൈഡറൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വലിയ സ്പൈഡറാണ്. എക്സ്ട്രാ ഹൈ ഫ്രീക്വൻസി കുറച്ചുകൂടെ ഒന്ന് ലൗഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ കോണാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതില് ഈ കോൺ ഇല്ലാത്ത ടൈപ്പും ഉണ്ട്. അത് കുറച്ചുകൂടെ കുറവായിരിക്കും. ഇതിൽ കുറച്ചുകൂടെ ഹൈ നല്ല പ്രൊജക്ട് ചെയ്ത് കിട്ടും. പേപ്പറൊക്കെ നല്ല ക്വാളിറ്റിയാണ്. പക്ഷെ ഇത്രയും ഇതിലൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ ഒരു ബനാന സോക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതിപ്പോ സാധാ സോൾഡറിങ് സോക്കറ്റാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. നമുക്കിനൊന്ന് ബോക്സിലൊന്ന് സെറ്റ് ചെയ്തൊന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് കേട്ടോ നമ്മൾ സ്പീക്കർ സെറ്റ് ചെയ്യുന്ന ബോക്സ്. ഇത് സബ്വൂഫറിന് വേണ്ടിയുള്ള ബോക്സ് ആണ്. പക്ഷെ അഹൂജയ്ക്ക് ഇത് നല്ലതാണ്. അകത്ത് എയർ ഫ്ലോ സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഇതിൽ അടിച്ചിട്ടുണ്ട്. അകത്ത് മൊത്തം 6 സൈഡും കോട്ടിങ് അടിച്ചിട്ടുണ്ട്. ഇത് ഒരു കാരണവശാലും എയർ ഒന്നും സ്ലിപ്പ് ആവത്തില്ല. നല്ല ക്വാളിറ്റി തന്നെ ഇതിൽ കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ അഹൂജ എന്ന് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബോക്സിൽ ഒരു വയർ എടുത്തിട്ടുണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അടി ഇവിടെ ഹോൾ അടിച്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പീക്കർ ഒന്ന് സെറ്റ് ചെയ്യാം. ഇതാണ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണ്. നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് മാറാതിരിക്കാൻ വേണ്ടി ഇത് 1 സ്ക്വയറിന്റെ വയറാണ്. അപ്പൊ അതില് ഇതാണ് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളത്. സ്പീക്കർ വയറുകളൊന്നും വേറെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഇത് കുറച്ചുകൂടെ ക്വാളിറ്റിയാണ് എന്റെ അറിവില്. അതുകൊണ്ടാണ് നമ്മൾ ഈ 1 സ്ക്വയറിന്റെ വയർ എടുത്തേക്കുന്നത്. അതിൽ കൊളാരിറ്റി മാറിപ്പോയിരിക്കാൻ വേണ്ടി ഇതിൽ ഒന്നിന് പോസിറ്റീവിന് നമ്മളൊരു ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പം പോസിറ്റീവ് ഇതും നെഗറ്റീവ് ഇതുമാണ്. അങ്ങനെ തന്നെ സോൾവ് ചെയ്യാം. നമ്മൾ സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്പീക്കർ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. സ്പീക്കർ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീക്കറിൽ കൊടുത്തേക്കുന്ന ക്വാളിറ്റി ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. മാർക്ക് എഴുതിക്കുന്നത് പോലും നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലോക്കിലൊക്കെ ഇടുന്ന ബാറ്ററിയാണ്. ഈ ബാറ്ററിയുടെ ഈ സൈഡ് തള്ളി നിൽക്കുന്ന ഈ സൈഡ് പോസിറ്റീവും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് പോസിറ്റീവ്, ഈ സൈഡ് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ വയർ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പേപ്പർ മുകളിലോട്ട് പൊങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ സൈഡിൽ കൊടുത്ത വയർ പോസിറ്റീവ് ആയിരിക്കും, ഇപ്പുറത്തെ സൈഡിൽ കൊടുത്ത വയർ നെഗറ്റീവ് ആയിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമേ. തിരിച്ചു നോക്കുകയാണ്. ഇപ്പോഴാണ് മുകളിലോട്ട് പോകുന്നത്. ആദ്യം താഴോട്ടാണ് പോയത്. ഇപ്പം സ്പീക്കറും പേപ്പറും മുകളിലോട്ട് പൊങ്ങുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പോസിറ്റീവ് ലൈൻ. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് ആംപ്ലിഫയർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാമേ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ ചെക്ക് ചെയ്യുന്ന ആംപ്ലിഫയർ. ഇത് യുണിക്സിന്റെ ഒരു വിന്റേജ് ആംപ്ലിഫയർ ആണ്. എന്നെക്കാട്ടിലും പ്രായമുണ്ട്. 200 വാട്ട്സിന്റെ മോണോ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിൽ ഈ ബ്ലൂടൂത്തിന്റെ പാനലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ചെറിയൊരു അഹൂജയുടെ പഴയ ഒരു VU മീറ്ററും വെച്ച് ഒരു ബ്ലൂടൂത്തിന്റെ പാനലൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് 200 വാട്ട്സ് ആണ് ആമ്പ്. നമുക്ക് സ്പീക്കർ 100 വാട്ട്സ് ആണ്. ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതേപോലത്തെ 2 സ്പീക്കർ ഒരേ സമയത്തിൽ ഈ ആംപ്ലിഫയർ ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ചെറിയ വോളിയത്തിൽ വെച്ചൊന്ന് നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു ആഡിയോ ഇതിൽ പെയർ ചെയ്തിട്ടുണ്ട് ബ്ലൂടൂത്തുമായിട്ട്. ആ ആഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഒന്ന് വോളിയം കൊടുത്ത് നോക്കാമേ.
അടിപൊളി ക്വാളിറ്റിയാണ് ഈ സ്പീക്കർ ഔട്ട്പുട്ട് തരുന്നത്. ഞങ്ങൾ ചെയ്യുന്ന ചെറിയ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ടോടെ ചെയ്തേക്കണേ.